അനുദിന വിശുദ്ധർ മെയ് 8 ടാരൻഡൈസിലെ മെത്രാപ്പോലിത്തയായിരുന്ന വിശുദ്ധ പത്രോസ്. ടാരൻഡൈസിലെ മെത്രാപ്പോലിത്തയായിരുന്ന വിശുദ്ധ പത്രോസ് ഡോഫിൻ സ്വദേശിയായിരുന്നു. 20-ാമത്തെ വയസ്സിൽ വിശുദ്ധൻ ബൊന്നേവോക്സ് ആശ്രമത്തിൽ നിന്ന് സന്യാസ വസ്ത്രം സ്വീകരിച്ചു. പച്ചിലയും കായ്കനികളും മാത്രം ഉൾപ്പെടുത്തി ദിവസത്തിൽ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കുക, 4 മണിക്കൂർ മാത്രം ഉറക്കം, ഇതൊക്കെയായിരുന്നു വിശുദ്ധന്റെ ജീവിത രീതികൾ. എല്ലാ സഹനങ്ങളും വിശുദ്ധൻ ഭക്തിയോടും സന്തോഷത്തോടും കൂടെ സ്വീകരിച്ചു. വളരെയേറെ ദൈവഭക്തരും കാരുണ്യമുള്ളവരുമായ വിശുദ്ധന്റെ കുടുംബവും പിന്നീട് വിശുദ്ധന്റെ പാത തന്നെ സ്വീകരിച്ചു. 1142 സാവോയിലെ നാടുവാഴി വിശുദ്ധനെ ടാരൻഡൈസ് രൂപതയിലെ മെത്രാപ്പോലിത്തയായി തിരഞ്ഞെടുത്തു. ഫ്രാൻസിലെ ചക്രവർത്തിയുടെയും നാടുവാഴിയുടെയും പ്രഭുക്കന്മാരുടെയും സാന്നിധ്യത്തിൽ വിശുദ്ധൻ ഒരു അന്ധന് കാഴ്ച തിരിച്ചു കൊടുത്തു. അവർ മതിയായ പരിശോധനകൾ നടത്തിയതിനു ശേഷം ഇതൊരു അത്ഭുതമാണെന്ന് സ്ഥിരീകരിച്ചു. രാജാവായ ഹെൻറിസ് രണ്ടാമന്റെ സാന്നിധ്യത്തിൽ വിശുദ്ധൻ ബധിരയായ ഒരു പെൺകുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവ് തിരികെ നൽകി. 1174 വിശുദ്ധൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1191 സെലസ്റ്റിൻ മൂന്നാമൻ പാപ്പ മെത്രാപ്പോലിത്തയായിരുന്ന പത്രോസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.